ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ്. ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഇത്രയും MLA ആയിട്ട് ഈ നിമിഷം വരെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് പാര വെക്കാനുള്ള ശ്രമം ഒരു മകനെന്ന നിലക്ക് അത് തടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് നിർവഹിക്കുന്നത്. അത് ഏത് തലത്തിലേക്ക് പോയാലും കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. എൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ജീവനിലുള്ളിടത്തോളം സമയം പറയാലോ. ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നത്. ഇപ്പം ചില വാർത്തകൾ TVN പാർട്ടി വിടുന്നു, ലീഗ് ചേരുന്നു, കോൺഗ്രസ് ചേരുന്നു, BJP ചേരുന്നു എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. കാരണം ഇതിലേറെ സ്ട്രോങ് പാർട്ടി അതല്ലേ, ഇന്ത്യ ആകെ ഭരിക്കുന്നവർ. അത് പറഞ്ഞൂടെ? അപ്പം ഞാൻ ഈ പാർട്ടിയെ നിലനിർത്താൻ ഇതിലെ ഈ ചതിക്കുഴികൾ, ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയങ്കരയായ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെ വെടിയുണ്ട്? പഞ്ചാബിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇന്റലിജൻസ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാ സിഖ് വിഭാഗത്തിൽപ്പെട്ടവരെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ നിന്ന് ദയവായി മാറ്റണമെന്ന്. ഇന്ദിരാജി എന്താ പറഞ്ഞത്? പിന്നെന്താ മതേതരത്വം? വെടികൊണ്ട് മരിച്ചില്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ? ഞാൻ വിട്ടുകൊടുക്കണോ? ഞാൻ ഏതായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നുകിൽ ഞാനില്ലാതാവും. അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എൻ്റെ വിധിയെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വിധിക്കനുസരിച്ചേ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈ പോരാട്ടം ശക്തമായപ്പം എന്നെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട പലരും വിളിച്ചു. അതിൽ കേരളത്തിലെ ഒരു വലിയ മഹാനായ മതപണ്ഡിതനും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരോടായി കളിക്കുന്നത്? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇവരൊക്കെ വലിയ സംവിധാനമല്ലേ? ഈ ഗവൺമെൻറ്റൊക്കെ 2 കൊല്ലം കഴിഞ്ഞ് പോയാലും ഇവരൊക്കെ വീണ്ടും അധികാരത്തിലുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇവിടെ ജീവിക്കേണ്ട, ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിലക്ക് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ബഹുമാനപ്പെട്ട പണ്ഡിതനോട് പറഞ്ഞു, ഖുർആനിലൊരു ആയത്തുണ്ട്, ഒരു അധ്യായം. ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ. എന്നിട്ട് തിരിച്ച് വീണ്ടും പറയാണ് ഖുർആൻ, ഈ മനുഷ്യരെല്ലാവരും ജിന്നുകളും കൂടിയിട്ട് നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ സഹായിക്കാൻ കഴിയില്ല, ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ. അപ്പോൾ ആ ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചും ഈ പേടിപ്പിച്ചും ഈ വേറെ രീതിയിൽ അങ്ങനെ ഇപ്പം എൻ്റെ ഫോണൊക്കെ ഹാക്കിങ്ങിലാ, എന്നോ ഹാക്കിങ്ങിലാ. ഇങ്ങനെ എടുക്കുമ്പോൾ ചില സമയത്ത് 4 ആളൊക്കെ സംസാരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? 4 ആളൊക്കെ സംസാരം കേൾക്കാം. ഇത് ഇന്ന് തുടങ്ങിയതല്ല. അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമേ ഉള്ളൂ. കാരണം ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള അജിത് കുമാറിന് അറിയാം.